UDFന്റെ അതിവേഗ റെയിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 23 സ്റ്റേഷനുകൾ. നൃത്തമേളയ്ക്ക് കണ്ണൂരിൽ തുടക്കമായി. BJP ഭരണത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം പൊളിഞ്ഞു. തലസ്ഥാന നഗരം വെള്ളക്കെട്ടിൽ. എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘർഷം. വിദ്യാർത്ഥിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. ഒരാൾ കസ്റ്റഡിയിൽ. UDFന്റെ അതിവേഗ റെയിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ 23 സ്റ്റേഷനുകൾ. കേരളത്തിലെ പുതിയ അതിവേഗ റെയിൽ പാതയുടെ വിശദാംശങ്ങൾ പുറത്ത്. യാത്രാപ്രയാസം പരിഹരിക്കാൻ LDF സർക്കാർ കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം വരുന്ന പുതിയ റെയിൽ പാത തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ വരെ മാത്രമുള്ളത്. തിരുവനന്തപുരം പൂജപ്പുര മുതൽ കണ്ണൂർ മുണ്ടിയാട് വരെ 473 കിലോമീറ്റർ നീളമുള്ള പാതയിൽ 23 സ്റ്റേഷനുകളാണ് ഉണ്ടാകുക. പൂജപ്പുര, തിരുവനന്തപുരം വിമാനത്താവളം, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, പത്തനംതിട്ട ജംഗ്ഷൻ, തിരുവല്ല, കോട്ടയം, വൈക്കം, തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, ആലുവ, കൊച്ചി വിമാനത്താവളം, ചാലക്കുടി, തൃശൂർ ജംഗ്ഷൻ, പട്ടാമ്പി ജംഗ്ഷൻ, മലപ്പുറം, കോഴിക്കോട് വിമാനത്താവളം, കോഴിക്കോട് ജംഗ്ഷൻ, ബാലുശ്ശേരി, നാഥാപുരം, കൂത്തുപറമ്പ്, മുണ്ടിയാട് എന്നിങ്ങനെയാണ് സ്റ്റേഷനുകൾ. തിരുവനന്തപുരത്ത് 6 കിലോമീറ്റർ തുരങ്കപാതയും ബാക്കി പൂർണ്ണമായും ആകാശപാതയുമാണ് നിർമ്മിക്കുക. പദ്ധതി പ്രകാരം മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത്തിൽ 3.5 മണിക്കൂറാണ് യാത്രാ സമയം. ഏകദേശം 60,000 കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്തിനും കാസർഗോഡിനുമിടയിലെ അതിവേഗ റെയിൽ ഇടനാഴി എന്ന LDF സ്വപ്ന പദ്ധതി സ്ഥലമെടുപ്പിന്റെ പേരിലാണ് UDF തീർത്തത്. എന്നാൽ സിൽവർ ലൈൻ പദ്ധതിയേക്കാൾ കൂടുതൽ സ്ഥലമെടുപ്പ് പുതിയ പദ്ധതിക്ക് ആവശ്യമായി വരുമെന്നാണ് നിർദ്ദിഷ്ട പാത സൂചിപ്പിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതി ഏതാണ്ട് നേർരേഖയിലാണെങ്കിൽ ഇപ്പോൾ UDF സർക്കാർ മുന്നോട്ട് വെക്കുന്നത് കുത്തനെ വളവുകളുള്ള ആവശ്യമായ പാതയാണ്. ഇതു കാരണം ഉദ്ദേശിച്ച വേഗം ലഭിക്കാൻ ബുദ്ധിമുട്ടാകും. നിലവിലെ റെയിൽ പാളങ്ങളിലെ വളവുകളാണ് ട്രെയിനുകളുടെ വേഗം വർദ്ധിപ്പിക്കാനുള്ള പ്രധാന തടസ്സം. അതിവേഗ റെയിൽ പദ്ധതി നിർദ്ദേശങ്ങളുമായി സതീശനെ കണ്ട് E. ശ്രീധരൻ. LDF ആവിഷ്കരിച്ച അർദ്ധ അതിവേഗ പാത പദ്ധതി അധികാരമേറ്റ ഉടൻ റദ്ദാക്കിയ പുതിയ മുഖ്യമന്ത്രി VD സതീശന് മുന്നിൽ തന്റെ പദ്ധതി അവതരിപ്പിച്ച് E. ശ്രീധരൻ. വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. തിരുവനന്തപുരം കണ്ണൂർ വരെയുള്ള അതിവേഗ റെയിൽ പദ്ധതിയാണ് അവതരിപ്പിച്ചത്. ഇതേ പദ്ധതിക്ക് സ്വന്തം നിലയിൽ DPR തയ്യാറാക്കി നൽകുന്നതിന് ഫെബ്രുവരിയിൽ പൊന്നാനിയിൽ ഓഫീസ് തുറന്നിരുന്നു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് DPR തയ്യാറാക്കാൻ തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ശ്രീധരന്റെ അവകാശവാദം. റെയിൽവേയുടെ ഭാഗത്തു നിന്നോ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രോഡ്ഗേജ് അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയാണ് ശ്രീധരന്റേത്. ലോകത്ത് സ്റ്റാൻഡേർഡ് ഗേജിലാണ് അതിവേഗ പാതയൊരുക്കുന്നത്. LDF സർക്കാർ അതിവേഗ പദ്ധതി കൊണ്ടുവന്നപ്പോൾ ആർക്കാണിത്ര ധൃതി എന്ന് പറഞ്ഞായിരുന്നു VD സതീശന്റെ നേതൃത്വത്തിൽ UDF എതിർപ്പ് ഉയർത്തിയത്. 10 വർഷമാണ് ഇതിന്റെ ഭാഗമായി പാഴായത്. സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി ലഭിക്കാൻ വൈകുന്നതിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ റീജിയണൽ റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റം പദ്ധതിയുമായി കേന്ദ്ര സ്വകാര്യ മന്ത്രാലയത്തെ LDF സമീപിച്ചിരുന്നു. കത്തും നൽകിയിരുന്നു. ഇതിനോട് കേന്ദ്ര സർക്കാർ പ്രതികരിച്ചില്ല. താല്പര്യം അറിയിച്ചാൽ തുടർ നടപടിയെടുക്കാമെന്ന് നഗരകാര്യമന്ത്രി അറിയിച്ചപ്പോഴാണ് സംസ്ഥാനം കത്ത് നൽകിയത്. നൃത്തമേളയ്ക്ക് കണ്ണൂരിൽ തുടക്കമായി. APJ അബ്ദുൽ കലാം ലൈബ്രറിയും ഹാപ്പിനെസ് ഫൗണ്ടേഷനും സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ നൃത്ത മത്സരം ആദ്യ ക്ലസ്റ്ററിന് തുടക്കമായി. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന മത്സരം കലാകാരികളായ സുജാത, നിഷ, പ്രജിഷ എന്നിവർ ചേർന്ന് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി വൈസ് ചെയർമാൻ രവി നമ്പ്രം അധ്യക്ഷനായി. സെക്രട്ടറി PK ബൈജു, ജനു ഐച്ചാങ്കണ്ടി, CK മാധവൻ, അഴീക്കോടൻ ചന്ദ്രൻ, VK അഷിയാൻ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം, നാടോടി നൃത്തം, കുച്ചുപ്പുടി, സിനിമാറ്റിക് ഡാൻസ്, സംഘനൃത്തം, തിരുവാതിര, ഒപ്പന, കൈകൊട്ടിക്കളി എന്നിങ്ങനെ 40ഓളം ഇനങ്ങളിൽ മത്സരം നടന്നു. ഗോവയിലെ കർഷക സമൂഹങ്ങൾക്കിടയിൽ രൂപം കൊള്ളുകയും പിന്നീട് കേരളീയ പശ്ചാത്തലത്തിലേക്ക് പടരുകയും ചെയ്ത ഒരു അപൂർവ നൃത്തരൂപമായ വിളക്കാട്ടം എന്ന കലാരൂപത്തിന്റെ അവതരണത്തോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഫെസ്റ്റിന്റെ ഭാഗമായുള്ള തുടർ ക്ലസ്റ്റർ മത്സരത്തിലേക്കുള്ള രജിസ്ട്രേഷൻ തുടരുന്നുണ്ട്. ജൂൺ ആദ്യവാരം അടുത്ത ക്ലസ്റ്റർ മത്സരം നടക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9447 37 2316 9446947693 9562779305 9895963172
എന്നീ നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കണ്ണൂർ കാൾടെക്സ് വലിയ വളപ്പുകാവ് റോഡിലുള്ള ഓഫീസിലും സ്വീകരിക്കും. വിവിധ വിഭാഗങ്ങളിലായി 2 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ നൽകും. മികച്ച ഡാൻസ് സ്കൂൾ, മികച്ച ഡാൻസ് അധ്യാപകർ എന്നിവർക്ക് പുരസ്കാരവും നൽകുന്നുണ്ട്. വിശദമായി തയ്യാറാക്കിയ അപേക്ഷകൾ ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. 10,000 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റവുമാണ് പുരസ്കാരം. പ്രാദേശിക ചരിത്ര പഠനത്തിന്റെ ഭാഗമായി മ്യൂസിക്, ഡാൻസ് സ്കൂളുകളുടെ ചരിത്രവും തയ്യാറാക്കുന്നുണ്ടാവും. എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘർഷം, വിദ്യാർത്ഥിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു, ഒരാൾ കസ്റ്റഡിയിൽ. എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു, ഒരാൾ അറസ്റ്റിലായി. ആലന്തറ ആലുവ വിളവീട്ടിൽ വിഷ്ണുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ശ്രീകാര്യം ചെങ്കോട്ടുംകോണം സ്വദേശിയും വെഞ്ഞാറമൂട് മുസ്ലിം അസോസിയേഷൻ എഞ്ചിനീയറിംഗ് കോളേജിലെ 2ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയുമായ അൽ അമീനാണ് 21 ഇടതു കണ്ണിന്റെ കോർണിയയും റെറ്റിനയും തകർന്ന് കാഴ്ച നഷ്ടപ്പെട്ടത്. 24 നടന്ന കോളേജ് ഫെസ്റ്റിൽ പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു. ഇവർ ബഹളമുണ്ടാക്കിയപ്പോൾ അമീൻ ഇടപെട്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇടിവള കൊണ്ട് അമീനിന്റെ കണ്ണിലടിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. വെഞ്ഞാറമൂട് സ്റ്റേഷനിലെ SIമാരായ മോനിഷ് M, അംബരീഷ്, ഷമീർ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിഷേധവുമായി ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. CPM പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള ED റെയ്ഡിലും CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ഡൽഹി പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച് വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രംഗത്ത്. ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഗ്രീസ്, മെക്സിക്കോയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് തുർക്കി, പാകിസ്ഥാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മസ്ദൂർ കിസാൻ പാർട്ടി, പാകിസ്ഥാൻ ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയ പാർട്ടികൾ പ്രതിഷേധം അറിയിച്ചു. സർക്കാർ ഏജൻസികളുടെ അടിച്ചമർത്തൽ നടപടികൾക്കെതിരായി ഐക്യദാർഢ്യം CPMനെ അറിയിക്കുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിക്കുകയും കടുത്ത അടിച്ചമർത്തലിനെ നേരിടുകയും ചെയ്യുന്നവരാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ. ഇന്നിപ്പോൾ മോദി സർക്കാരിന്റെ തൊഴിലാളി കർഷക ദ്രോഹ നിലപാടുകൾക്കെതിരായി CPM പൊരുതുകയാണ്. ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി അലക്സ് ഗോർദോനും ഇന്റർനാഷണൽ സെക്രട്ടറി കെവൻ സെൻസും പ്രസ്താവനയിൽ അറിയിച്ചു. ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ടീം രൂപീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ. ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക ടീം രൂപീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. മഴക്കാലത്തെ വെള്ളക്കെട്ട്, ദേശീയപാത വീതി കൂട്ടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്ത് പെട്ടെന്ന് പരിഹാരം കാണാനാണ് ടീം രൂപീകരിക്കുന്നത്. വിവിധ വകുപ്പുകളുടെയും ദേശീയപാത അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതാകും ടീം. യോഗത്തിൽ ദേശീയപാതയിൽ പാപ്പിനിശ്ശേരി താഴെചൊവ്വ റോഡിന്റെ ശോച്യാവസ്ഥ KV സുമേഷ് MLA, തളിപ്പറമ്പ് കുപ്പത്ത് മണ്ണിടിഞ്ഞു നിരവധി വീടുകളിൽ മണ്ണും ചളിയും അടിഞ്ഞ അവസ്ഥ TK ഗോവിന്ദൻ MLA ഉന്നയിച്ചു. ആസ്തി സംബന്ധിച്ച വിവരങ്ങൾ അതത് തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കാൻ വൈകുന്നതാണ് എസ്റ്റിമേഷൻ വൈകാൻ കാരണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ മറുപടി നൽകി. സ്വകാര്യ ബസ്സുകൾ രാത്രി 8-ന് ശേഷം ട്രിപ്പ് മുടക്കുന്ന വിഷയത്തിൽ ഇത്തരം ഒരു ബസിന്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്ന കാര്യം പരിഗണനയിലാണെന്നും 7 ബസ്സുകൾക്ക് പിഴയിട്ടതായും RTO അറിയിച്ചു. TO മോഹനൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനോയ് കുര്യൻ, സബ് കളക്ടർ കാർത്തിക് പ്രാണിഗ്രഹി, ADM K. കലാഭാസ്കർ, അസിസ്റ്റന്റ് കളക്ടർ S.